അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് എടുക്കാനുള്ളത് ഇന്നലെ ആ തിയറം 6.2 പറഞ്ഞു വെച്ചിരുന്നു. അത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റ് ടു പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ എന്നുള്ളത്. അതായത് ഒരു ട്രാൻസ്വേഴ്സിൽ പാരലൽ ലൈൻസിനെ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഇവിടെ ഇതും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും, ഇതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് ഇതിനോടും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളിനോടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൺവേഴ്സ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് തെളിയിക്കാനുള്ളത്. അതായത് ഓപ്പോസിറ്റ് തെളിയിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനുകളെ കണ്ടുമുട്ടുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലലാണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്തുണ്ട്, ഈ പി എസ് എന്നുള്ള ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനിനെ എന്താണ്ട് കണ്ടുമുട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നത്, ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് തന്നിട്ട് നമുക്ക് എന്താണ് തെളിയിക്കാനുള്ളത്, എ എന്നുള്ളതും സി എന്നുള്ളതും പാരലൽ ലൈൻസ് ആണെന്നുള്ളതാണ് തെളിയിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, ഈ ആംഗിൾ ക്യു ആംഗിൾ എന്നുള്ളത് ആർ ആംഗിളിനോട് അല്ലെങ്കിൽ പി ക്യു ആർ എന്നുള്ളത് ക്യു ആർ സി എന്നുള്ളതിനോട് എന്താണ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ ബി ക്യു ആർ എന്നുള്ളതിനോട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് പി ക്യു എ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ ഇപ്പോൾ ഈ ആംഗിള് ആറിൻ്റെ ആംഗിളിനോട് ഈക്വലായി, ഈ ആംഗിൾ തന്നെ ഈ ബി ക്യു ആർ എന്നുള്ള ആംഗിൾ തന്നെ പി ക്യു എ എന്നുള്ളതിനോടും ഈക്വലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും പി ക്യു എ എന്നുള്ള എന്തിനോട് ഈക്വൽ ആയിരിക്കും, ക്യു ആർ സി എന്നുള്ളതിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്, പി ക്യു എ എന്നുള്ളത് ക്യു ആർ സി എന്നുള്ളതിനോട് ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ലൈനുകൾ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ രണ്ട് ലൈനുകൾ പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയാലും മാത്രമല്ല ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയാലും എന്ത് കിട്ടും, ആ രണ്ട് ലൈനുകളും പാരലൽ ആവുമെന്നും കിട്ടി. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ആദ്യം ഇപ്പോൾ എന്താ തന്നിട്ടുള്ളത്, ഈ രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, അത് രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ. ഇനി അതാണ് ആ തിയറത്തിൽ പറയുന്നത്. 6.3 പറയുന്ന നോക്കുക, ഇഫ് എ ട്രാൻസ്വേഴ്സൽ 6.3 if a transversal intersect two lines such that a pair of alternate interior angles is equal, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയ സ്ഥിതിക്ക് ഒരു ട്രാൻസ്വേഴ്സൽ രണ്ട് ലൈനുകളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റുള്ള തിയറും കൂടി ഇതുപോലെ കാണാൻ പറ്റുന്ന പറയുന്നത് ഏതാണ്, തിയറം 6.4 if a transversal intersect two parallel lines then each pair of interior angles on the same side of transversely supplementary. അപ്പോൾ എന്താണ് ഇത്, ഇനി ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ അവിടെ പറയുന്നത് വെച്ചാൽ ഈ ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിന് ഉദാഹരണം ഈ ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. സപ്ലിമെൻ്ററി ആണ്, രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടുന്ന പറയുന്നത്. അതായത് ഈ ക്യൂയും ഈ ആർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിക്കാരം, ഈ ക്യൂവും ഈ ആർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിക്കാരം. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ എ ക്യു ആറും പിന്നെ അതുപോലെ തന്നെ ക്യു ആർ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും. അതുപോലെ തന്നെ ബി ക്യു ആറും പിന്നെ അതുപോലെ തന്നെ ക്യു ആർ ഡിയും കൂട്ടിക്കഴിഞ്ഞാലും 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് തിയറം 6.4 ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ ഈച്ച് പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിൻ്റെ സെയിം സൈഡുള്ള ഓരോ ഇന്റീരിയർ ആംഗിൾസിൻ്റെ പെയറും എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും, 180 ആയിരിക്കും അവരുടെ സമ്മ്, അവിടെ
തുക കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ 6.5 അതിൻ്റെ നേരെ കൺവേഴ്സാണ്, അതായത് ഓപ്പോസിറ്റ് 6.4ൻ്റെ ഓപ്പോസിറ്റ്. ഇഫ് എ ട്രാൻസ്വേഴ്സിൽ ഇൻ്റർസെക്ട് 2 ലൈൻസ്, 2 ലൈനുകളെ ഇൻ്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ such that a pair of interior angles on the same side of transversal is supplementary. എങ്ങനെയാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്? ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പെയർ എന്താണ്? സപ്ലിമെൻ്ററി ആണെങ്കിൽ ആ 2 ലൈനുകൾ, ഈ മീറ്റ് ചെയ്യുന്ന ഈ 2 ലൈനുകൾ എന്തായി കാരണം ഈ 2 ലൈൻസ് പാരലായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ തിയറം 6.5 5 തിയറം പഠിച്ചു, അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സബ്ഹെഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ലൈൻസ് പാരലൽ ടു ദ സെയിം ലൈൻ. ഒരേ ലൈനിൽ പാരലായിട്ടുള്ള മറ്റ് ലൈന് അത് പരസ്പരം പാരലാകുമോ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ ഫിഗർ 6.23 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഈ ടി എന്നുള്ളത് ട്രാൻസ്വേഴ്സിലാണ്, ഇത് 3ൻ്റെയും ട്രാൻസ്വേഴ്സിലാണ് ഈ ടി എന്നുള്ള ലൈന്. ഓക്കെ, ഇനി അതിൽ തന്നെ എം എന്നുള്ള ലൈന് എൽ എന്നുള്ള ലൈനിന് പാരലാണ്. അത് എം എന്നുള്ള ലൈന് എൽ എന്നുള്ള ലൈനിന് പാരലാണ്. പിന്നെ അപ്പോഴത്തെ എൻ എന്നുള്ള ലൈനും ഇതിന് പാരലാണ്. അതായത് ഈ ലൈന് ഇതിന് പാരലാണ്, ഈ ലൈനും ഇതിന് പാരലാണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് എല്ലാണ്. ഓക്കെ, എല്ലിനോട് ഇതും പാരലാണ്, എല്ലിനോട് തന്നെ ഇതും പാരലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചിന്തിക്കുന്നത്? ഇത് പരസ്പരം പാരലാകുമോ എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. ഏത്? ഈ എമ്മും എന്നും പരസ്പരം പാരലാകും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്കറിയാം ഇവിടെ ഇങ്ങനെ പാരലായി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം ഈ ആംഗിള് 1 എന്നുള്ളത് 2നോട് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? എല്ലിനോട് പാരലാണ് എം എന്നുള്ള ലൈന്. ഇനി അതുപോലെ തന്നെ ഈ 1നോട് തന്നെ ഈക്വൽ ആയിരിക്കും 3 എന്നുള്ളത്. കാരണം എന്താണ്? എൻ എന്നുള്ളത് എല്ലിനോട് പാരലാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്ത് മനസ്സിലാക്കും? അപ്പോൾ 1നോട് എന്താണ്? 3ഉം ഈക്വലാണ്, 1നോട് തന്നെ 2ഉം ഈക്വലാണ്. ഓക്കെ, 1നോട് തന്നെ 3ഉം ഈക്വലാണ്, 1നോട് തന്നെ 2 ഈക്വലാണ്. അപ്പോൾ 2ഉം 3ഉം ഈക്വലായി. 2ഉം 3ഉം ഈക്വലായി കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഈക്വലായി കഴിഞ്ഞാൽ 2 ലൈൻസ് പാരലായിരിക്കും. ഓക്കെ, കാരണം എന്താണ്? കൺവേഴ്സ്, കറസ്പോണ്ടിങ് ആംഗിൾസ് കൺവേഴ്സ് തിയറം എന്താണ്? ഒരു ട്രാൻസ്വേഴ്സിൽ മറ്റ് 2 ലൈനുകൾ മീറ്റ് ചെയ്യുന്ന അവസരത്തിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ 2 ലൈനുകൾ എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ഫോളോയിങ് തിയറം ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദ സെയിം ലൈൻ. ഒരു ലൈനിന് പാരലായ മറ്റ് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ, പരസ്പരം പാരലായിരിക്കും. അതായത് ഈ എൽ എന്നുള്ള ലൈനിന് എം എന്നുള്ള ലൈനും എൻ എന്നുള്ള ലൈനും എൽ എന്നുള്ള ലൈനിൽ പാരലാണെങ്കിൽ ഇവ പരസ്പരം എന്താണ്? പാരലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ദ പ്രോപ്പർട്ടി എബോ ക്യാൻ ബി എക്സ്റ്റെൻഡ്, നമുക്ക് എന്താ കൂടുതൽ ഒരുപാട് ലൈനുകളിലേക്ക് ആക്കാം. അതായത് 3 ലൈനിനാണെന്നില്ല, 4, 5, 6 ലൈനിലേക്ക് ആക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. 6.24 ഫിഗർ നോക്കുക. ഇഫ് പി ക്യൂ എന്നുള്ളത് ആർ എസിന് എന്താണ്? പാരലാണ്. പി ക്യൂ എന്നുള്ളത് ആർ എസിന് പാരലാണ്. ആംഗിൾ എം എക്സ് ക്യൂ എന്നുള്ളത് ഏതാണ്? എം എക്സ് ക്യൂ. ഈ ആംഗിൾ എന്താണ്? 135ആണ്. എം വൈ ആർ എന്താണ്? 40 ആണെങ്കിൽ ഫൈൻഡ് എക്സ് എം വൈ കണ്ടെത്താനാണ്. ഇത് എക്സ് എം വൈ ഈ ആംഗിൾ കണ്ടെത്താനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സൊല്യൂഷൻ കൊടുക്കുന്നത്? ഇവിടെ എന്ത് ഒരു ലൈന് വരയ്ക്കാം. എ ബി എന്നുള്ള ലൈന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈന് എ ബി എന്നുള്ള ലൈന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തായിക്കാരം? എ ബി എന്നുള്ളത് പി ക്യൂവിന് പാരലായിക്കാരം, പി ക്യൂ എന്നുള്ളത് ആർ എസിനും പാരലായിക്കാരം. ഓക്കെ, ഇതൊക്കെ എന്തായി? പാരലായി. ഇതിന് പാരലായി, ഇതിനും പാരലായി ഇത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പരസ്പരം പാരലായിരിക്കും, നമുക്ക് നേരത്തെ കണ്ട പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം എന്ത് കിട്ടി? നമ്മളിപ്പോൾ ഇവിടെ ലൈന് വരച്ചത് ഈ എ ബി എന്നുള്ള ലൈന് പി ക്യൂ എന്നുള്ള ലൈനിന് പാരലായിട്ടാണ് വരച്ചത്. അതുപോലെ തന്നെ ഓൾറെഡി എന്താണ്? ആർ എസും പി ക്യൂയും കൂടി എന്താണ്? പാരലുമാണ്. അപ്പോൾ എന്തായിക്കാരം? എ ബി എന്നുള്ള ലൈന് ആർ എസ് എന്നുള്ള ലൈന് പാരലായി പോകും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇപ്പം ക്യൂ എക്സ് എം പ്ലസ് എക്സ് എം ബി എന്നുള്ളത് 180 ആണ്. എന്തുകൊണ്ടാണ്? ക്യൂ എക്സ് എം
ക്യു എക്സ് എമ്മും പിന്നെ എക്സ് എം ബിയും അല്ലേ, ഇത് 180 കാരണം എന്താണ്, ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡുള്ള ആംഗിൾസ് ആണ് അത് എന്നുള്ളത്. ഇത് രണ്ടും പാരലാണ്. ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിൽ എന്താണ് 180 ആയിക്കാരം. ഓക്കെ, ഇനി നമുക്ക് എക്സ് എം ബി എന്താണ് ക്യു എക്സ് എം 135 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എക്സ് എം ബി എത്ര ആയിക്കോരും 135 പ്ലസ് എക്സ് എം ബി എന്തായിരിക്കും 180 ആയിക്കാരം. അപ്പോൾ എക്സ് എം ബി 45 ആയിക്കാരം. കാരണം എന്താണ് ക്യു എക്സ് എമ്മും എക്സ് എം ബിയും കൂട്ടിയാൽ 180. ക്യു എക്സ് എം എന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ് 135. അപ്പോൾ 180 മൈനസ് 135 ആയിക്കാരം എക്സ് എം ബി എന്നുള്ളത്, അത് 45. ഓക്കെ, ഇനി എന്താണ് ബി എം വൈയും എം വൈ ആറും എന്താണ് ഈക്വൽ ആണ്, കാരണം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ബി എം വൈയും എം വൈ ആറും നോക്കാം നമുക്ക്. ബി എം വൈയും അതുപോലെ തന്നെ എം വൈ ആറും എന്താണ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ് ഇത് രണ്ടും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അത് നോക്കുക, ഇതാ ബി എം വൈ ആൻഡ് എം വൈ ആർ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. ബി എം വൈ എന്നുള്ള നമുക്ക് 40 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും, എം വൈ ആറും 40 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി രണ്ടും കൂട്ടിയാൽ മതി. എക്സ് എം ബി എന്നുള്ളത് 135 എത്ര തന്നിട്ടുണ്ട് 45 തന്നിട്ടുണ്ട് അല്ലേ. എക്സ് എം ബി എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നിന്ന് 45 കിട്ടി. ബി എം വൈ എന്നുള്ളത് 40 കിട്ടി. കാരണം എം വൈ ആറിനോട് സമമാണ് ബി എം വൈ എന്നുള്ളത്. എം വൈ ആർ 40 തന്നിട്ടുണ്ട്. അപ്പം ബി എം വൈ എന്തായിക്കാരം 40 ആയിക്കാരം. അപ്പം എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് എം ബിയും ബി എം വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 45 പ്ലസ് 40 അതാണ് എക്സ് എം വൈ എന്നുള്ളത് അല്ലേ. എക്സ് എം വൈ നമുക്ക് ഈ എക്സ് എം വൈ എന്നുള്ളത് ഏതൊക്കെയാണ്, ഈ ആംഗിളും കൂട്ടിയതാണ്. ഈ ആംഗിൾ എന്താണ് 45. കാരണം എന്താണ് നമ്മൾ പറഞ്ഞു ഇതും കൂട്ടിയാൽ 180 തരണം. പിന്നെ ഇത് 40 ആണെങ്കിൽ ഇതെന്താണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇത് 40 ആയിക്കാരം. ഈ 40 45 കൂട്ടിക്കഴിഞ്ഞാൽ 85 എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്താ ഈ എക്സ് എം വൈ എന്നുള്ള 85 കിട്ടി. ഓക്കെ അല്ലേ. ഇനി ഇഫ് എ ട്രാൻസ്വേഴ്സിൽ എക്സാമ്പിൾ 5 കേട്ടോ. If a transverse intersect two lines such that the bisectors of a pair of corresponding angles are parallel, then prove that the two lines are parallel. ആ ബൈസെക്ടേഴ്സ് ഇപ്പോൾ ചോദ്യം ശ്രദ്ധിക്കാം. ഒരു ട്രാൻസ്വേഴ്സിൽ എന്താണ് രണ്ട് ലൈൻസിനെ എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സച്ച് ദാറ്റ് ദ ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് പാരലൽ ആണ്. ബൈസെക്ടേഴ്സ് എന്താണ്, ഇത് രണ്ടും പാരലൽ ആണ്. അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ളത് ഈ രണ്ട് ലൈൻസ് പാരലലാണെന്ന് തെളിയിക്കാനുള്ളത്. അതായത് നമ്മളോട് ചോദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്വേഴ്സിൽ എന്താകുന്നുണ്ട്, ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനിനെ എന്താകുന്നുണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ബൈസെക്ടേഴ്സ് ഉണ്ട്. ബൈസെക്ടേഴ്സ് ഓഫ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇതൊരു പെയറാണല്ലോ കറസ്പോണ്ടിങ് ആംഗിൾസിന്. ആ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ബൈസെക്ടേഴ്സ് എന്താണ് പാരലലാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പാരലാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബൈസെക്ടേഴ്സ് പാരലാണ്. അപ്പോൾ നമുക്ക് എന്താണ് തെളിയിക്കാനുള്ളത് എന്താണ്, ഇതും എന്താണ് പാരലാണെന്ന് തെളിയിക്കാനുള്ളത്. ഓക്കെ, അത് ചെറുതായിട്ട് ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ മറ്റൊരു വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമുക്കറിയാം എന്ത്, ഇത് രണ്ടും പാരലാണെന്ന്. ഓക്കെ, ഇത് രണ്ടും പാരലാകുമ്പോൾ ഇതൊരു രണ്ട് പാരൽ ലൈൻസ് ആണ്, അതിൻ്റെ ട്രാൻസ്വേഴ്സിലാണിത്. അപ്പോൾ ഇത് ഇതിനോട് സമമായിരിക്കും, ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഇതിനോട് സമമാകും. ഇനി എന്താണ് നമുക്ക്, അതാണ് എ ബി ഇ എന്നുള്ളത്. എ ബി ഏതാണ്, ഈ ആംഗിളാണ് എ ബി എന്നുള്ളത്. അത് ഹാഫ് ഓഫ് എ ബി ക്യു അല്ലേ. ഈ എ ബി ക്യുവിൻ്റെ ഹാഫാണ്, കാരണം ഇത് ബൈസെക്ടറാണ്. അപ്പോൾ ഇതും ഈക്വൽ ആയിക്കാരം. അപ്പോൾ എ ബി ഇ എന്താണ് എ ബി ക്യുവിൻ്റെ പകുതിയാണ്. പിന്നെ അതുപോലെ തന്നെ ബി സി ജി, ഇതാണ് ബി സി ജി. ഈ ബി സി ജി എന്നുള്ളത് ബി സി എസിൻ്റെ പകുതിയാണ്, കാരണം ഇതും ബൈസെക്ടറാണ്, അതിൻ്റെ പകുതിയാണ്. ഇനി എന്താണ് നമുക്കറിയാം, ബി ഇ എന്നുള്ളത് സി ജിക്ക് പാരലാണ്. ഏത് ബി ഇ എന്നുള്ളത് സി ജിക്ക് പാരലാണ്. എ ഡി എന്നുള്ളത് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. എ ഡി എന്നുള്ളത് എന്താണ് ട്രാൻസ്വേഴ്സിലാണ്.
അപ്പോൾ എന്ത് മനസ്സിലാവും? എ ബി ഇ എന്നുള്ളതും ബി സി ജി എന്നുള്ളതും ഈക്വലാണ്. ഇത് എ ബി ഇ എന്നുള്ളതും ബി സി ജി എന്നുള്ളതും ഈക്വലാണ്. കാരണം ഇതെന്താണ്? പാരലലാണ്, ഇത് ട്രാൻസ്വേഴ്സിലാണ്. ഈ ആംഗിളും ഈ ആംഗിളും എന്നാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈക്വലാണ്. അപ്പോൾ എന്താ ഇന്ന് എന്ത് മനസ്സിലാക്കും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു ഏത് എ ബി ഇ എന്നുള്ളത് എ ബി ക്യൂവിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് ബി സി ജി എന്നുള്ളത് ബി സി എസിൻ്റെ പകുതിയാണെന്നുള്ളത്. ഇനി ഇതും ഈക്വലായും ചെയ്തു. അപ്പോൾ എന്ത് മനസ്സിലാവും നമുക്ക്? ഹാഫ് ഓഫ് എ ബി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി എസ് അല്ലേ? കാരണം ഈ എ ബി ഇയും ബി സി ജിയും ഈക്വലാണ്. ഈ എ ബി ഇ എന്ന് പറയുന്നതാണ് എ ബി ക്യുവിൻ്റെ പകുതിയാണ്. എ ബി ഇ എന്ന് പറഞ്ഞാൽ എ ബി ക്യുവിൻ്റെ പകുതിയാണ്. ബി സി ജി എന്ന് പറഞ്ഞാൽ ബി സി ക്യുവിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതും ഈക്വലാണ്. അതായത് ഹാഫ് ഓഫ് എ ബി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി എസ്. അപ്പോൾ എന്താ രണ്ടും ഹാഫ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബി ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി എസ് എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? ഈ ആംഗിൾ എ ബി ക്യുവും ബി സി എസും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? കാരണം ഈ എ ബി ക്യുവും ബി സി എസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കാരണം ഇത് ട്രാൻസ്വേഴ്സിലാണ്, ഇത് രണ്ട് ലൈനാണ്, ഇത് രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് ആക്സിയം പ്രകാരം ആ രണ്ട് ലൈനുകൾ എന്തായിക്കാരം? പാരലൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി എക്സാമ്പിൾ 6 നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. ഇത് ശരിക്ക് വായിച്ച് മനസ്സിലാക്കണം, എഴുതിയിട്ടും വരണം. ഓക്കെ. ഇനി എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാം. ഞാൻ ചാപ്റ്ററിൻ്റെ അവസാനം എന്തായത് ഒരുമിച്ച് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ പാടായിട്ട് ഇതുവരെ ചെയ്തൊക്കെ നിങ്ങൾ അയച്ചു തരുകയും വേണം. ഓക്കെ. നിങ്ങളിപ്പം തന്നെ ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും ചെയ്യണം. ഞാൻ മറ്റേ ചാപ്റ്ററിൻ്റെ അവസാനമായിരിക്കും നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് തരിക നമ്മളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ. പക്ഷെ നിങ്ങളിപ്പം തന്നെ ചെയ്തേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാരമായി മാറും. ഇനി നമുക്ക് പഠിക്കാനുള്ള ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത്. അതായത് എന്തായിരിക്കും? മൊത്തത്തിൽ 180 ആയിരിക്കും എന്നുള്ളത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പം ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി പറയുന്നത് ശ്രദ്ധിക്കാം. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്തായിരിക്കും? 180 ആയിരിക്കും. ഇനി അതിന് നമ്മൾ പ്രൂവ് ചെയ്യാം കേട്ടോ. പ്രൂവ് ചെയ്യാൻ നമ്മളോടിപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ 1-2 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടില്ലേ? ഇവിടെ ഒരു ലൈന് വരയ്ക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആംഗിൾ ഒരു ലൈന് വരയ്ക്കുക. അപ്പം ഇവിടെ ഇത് 1ഉം ഇത് 4ഉം ആക്കി നമ്മൾ ഇത് 5 ആക്കി. അപ്പം നമുക്കറിയാം ഇതെന്താണ്? ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഓക്കെ. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെന്നറിയാം. ഇനി കാരണം എന്താണ്? ഇതൊരു ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ലൈനിന്മേൽ വരുന്നത് 180 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഈ ലൈൻ എന്താണ്? ഇതിന് പാരലലായിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ പാരലലായി വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈന് ഒരു ട്രാൻസ്വേഴ്സിലായി സങ്കല്പിച്ചാൽ ഒന്നുകൂടെ ഇതിന് പാരലാണ്. XY എന്നുള്ള ലൈന് ഇതിന് പാരലാണ്. ഇതൊരു ട്രാൻസ്വേഴ്സിലായി സങ്കല്പിച്ചാൽ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി അതുപോലെ തന്നെ ഇത് വേറെ ട്രാൻസ്വേഴ്സിലായി സങ്കല്പിച്ചാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്? അതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കറിയാം എന്താണ്? ഇങ്ങനെ XPY എന്നുള്ള ലൈന് വരച്ച് കഴിഞ്ഞാൽ ആംഗിൾ 4 + 1 + ആംഗിൾ 5 എന്തായിരിക്കും? 180 ആയിരിക്കും. നമുക്കറിയാം എങ്ങനെ? 4 + 1 + 5. കാരണം എന്താണ്? ഈ 4ഉം ഈ 1ഉം ഈ 5ഉം കൂട്ടി 180 ആയിരിക്കും. കാരണം എന്താണ്? അതൊരു ലൈനിൽ വരുന്ന ആംഗിൾസ് ആണ്. അത് ഈക്വൽ എന്താണ്? 180 ആയിരിക്കും. ഇനി നമുക്ക് എന്താ? ഈ XPY എന്നുള്ള ലൈൻ എന്താണ്? ഈ ലൈനിന് പാരലലാണ്. അപ്പോൾ പാരലുമാണ്. പിന്നെ ഇതെന്താണ്? ഇത് ഒരു ട്രാൻസ്വേഴ്സിലാണ്, ഇത് വേറെ ട്രാൻസ്വേഴ്സിലാണ്. നമ്മൾ ചിത്രത്തിൽ അങ്ങനെ വരയ്ക്കട്ടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്താവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ട്രാൻസ്വേഴ്സിലാവുമ്പോൾ PQ എന്നുള്ളത് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സിലാവുമ്പോൾ ഈ ആംഗിളും 4 എന്നുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത്. ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് ഒരു ട്രാൻസ്വേഴ്സിലാവുമ്പോൾ 3 എന്നുള്ളതും 5 എന്നുള്ള ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ.
പെയർസ് ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് 4 2നോടും ഈക്വലാണ്, 5 3നോടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്താ ഈ 4നും 5നും പകരമായിട്ട് എന്ത് വെക്കാം അവിടെ? 4നും, കാരണം 4ഉം 5ഉം ഒന്നും കൂട്ടിയാൽ 180 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4നും 5നും പകരമായിട്ട് 4ന് പകരം 2ഉം വെക്കാം, 5ന് പകരം എന്തും വെക്കാം, 3ഉം വെക്കാം. അപ്പോൾ എന്ത് അത് 180 ആയിരിക്കും സ്വാഭാവികം. അപ്പം 4ന് പകരമാണ് അവിടെ നമ്മൾ ഇവിടെ 4 ആ 4ന് അവിടെ 2 വെച്ചു, ഇവിടെ 5ന് പകരം ഇവിടെ 3ഉം വെച്ചു. അപ്പോൾ 2 + 1 + 4 2 + 1 + 3 എത്ര? 180 ആണ്. അതായത് 1 + 2 + 3 180 ആണ്. ഇങ്ങനെയാണ് ഇത് തെളിയിച്ച് കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾസിനെ കുറിച്ച് പറയാം. അത് ഇന്റീരിയർ ആംഗിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 180 ആണ് നമ്മൾ തെളിയിച്ച്. ഇനി എക്സ്റ്റീരിയർ ആംഗിൾസ് ഒന്ന് നോക്കട്ടോ. ഇനി എക്സ്റ്റീരിയർ ആംഗിൾസ് എങ്ങനെ ഉണ്ടാക്കല്? ഇപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്. ഈ ലൈൻ ഇങ്ങനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ വരുന്നതാണ് ഈ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, ഞാനൊന്ന് ഇവിടെ നോക്കാം. ഇതാ ഈ QR എന്നുള്ള ലൈന് എന്തായിട്ടുണ്ട്? എസ് എന്നുള്ളത് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ PRS എന്നുള്ളതാണ്, PRS എന്നുള്ളതാണ് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ആംഗിൾ PQR. ഈ PQRൻ്റെ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളാണ് PRS എന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് നോക്കാം, ഞാൻ കുറച്ച് പ്രത്യേകത നോക്കാം. ഈ 3 എന്നുള്ളതും ഈ 4 എന്നുള്ള ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 180 ആണ്. കാരണം എന്താണത്? ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ഒരു ലൈനിൽ വരുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ അതെന്തായിക്കാരം? 180 ആയിക്കാരം. പിന്നെ നമുക്കറിയാം 1ഉം 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിക്കാരം? 180 ആയിക്കാരം. കാരണം എന്താണ്? ഒരു ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്തായിക്കാരം? 180 ആയിക്കാരം. അപ്പം നമുക്ക് എന്താക്കാം? ഈ 1ഉം 2ഉം 3ഉം = 180 ആണ്. 3ഉം 4ഉം = 180. അതായത് 4ൻ്റെ സ്ഥാനത്താണ് എന്തായത്? ഈ 1ഉം 2ഉം വന്നത്. അതാണ് 4 = 1 + 2 അല്ലേ? കാരണം എന്തായാലും 3ഉം 4ഉം കൂട്ടിയാൽ 180 ഇട്ടുണ്ട്. 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ 180 ഇട്ടുണ്ട്. അതായത് 1ൻ്റെയും 2ൻ്റെയും സ്ഥാനത്ത് എന്ത് വന്നു? ഇവിടെ 4 വന്നു. ഓക്കെ, അപ്പം 4 = ആംഗിൾ 1 + ആംഗിൾ 2 എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് മനസ്സിലായി? ഈ എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള 2 ആംഗിളിൻ്റെ സമ്മായിരിക്കും. അതായത് ഇവിടെ ഈ 3ൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് 4 എന്നുള്ളത്. അപ്പോൾ 4 എന്നുള്ള എന്തായിക്കാരം? ഈ 2 ആംഗിളിൻ്റെ സമ്മായിരിക്കും. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇഫ് എ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്, പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തു, ദെൻ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് ഫോംഡ്, അങ്ങനെ ഉണ്ടാകുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു ദ സം ഓഫ് 2 ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. 2 ഉള്ളിലുള്ള ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ, 2 ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. അതായത് നമ്മൾ ഈ സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? അത് ഈ ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇതും വരുന്നത്. ഈ 2 ആംഗിൾസിൻ്റെ സമ്മായിരിക്കും ഈ ആംഗിൾ. ഓക്കെ, അതാണ് പറയുന്നത്. തിയറം 6.8 മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അവിടുന്ന് മനസ്സിലായി ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്നുള്ള എന്തായിക്കാരം? ഗ്രേറ്റർ ദാൻ എയ്തർ ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോസിറ്റ് എന്നാണ്. ഓക്കെ, കാരണം ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇവിടെ ഓപ്പോസിറ്റ് എന്നുണ്ട്, അപ്പോസിറ്റ് എന്നുണ്ട്. ഏകദേശം രണ്ടും ഒരേ. ഇവിടെ ഓപ്പോസിറ്റ് നാക്കാം കേട്ടോ. അപ്പോസിറ്റ് ആണ് വേറെ അർത്ഥം കേട്ടോ. അവിടെ എന്താണ്? ഈ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്തായിക്കാരം? ഈസ് ഗ്രേറ്റർ ദാൻ എയ്തർ ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പം നമുക്ക് കാരണം വെച്ചാൽ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിക്കാരം? ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ തുകയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും തുകയാവുമ്പം ഓരോ ഇൻറ്റീരിയർ ആംഗിൾസ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ വലുതായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ സൈഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ തുകയാണ് എന്തുള്ളത്? ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഉള്ളത്. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? 2 ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിനേക്കാളും വലുതായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ എയ്തർ ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ഏതൊന്നും എടുത്താലും അതിനേക്കാൾ വലുതായിരിക്കും ഈ എക്സ്റ്റീരിയർ ആംഗിൾ. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ തുകയായിരിക്കും
ഇവിടെ വരുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്നുള്ളതുകൊണ്ട്. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 7 എന്താണ്? ഇൻ ഫിഗർ 6.37 എന്നുള്ളതിൽ ഈ ക്യൂ ടി പെർപെൻഡിക്കുലർ ആണ് PR. ഓക്കെ, ക്യൂ ടി എന്നുള്ളത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അതിൻ്റെ ആംഗിൾ TQR എത്രയാണ്? 40 ആണ്. TQR ഏതാണ്? ഇത് 40 ആണ്. പിന്നെ SPR 30 ആണ്. ഇത് 30 ആണ്. എന്നാൽ X ആൻഡ് Y കണ്ടെത്താണ്. ഈ Xും Yയും കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻ TQR, ഇത് TQR എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് TQR. ഈ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇത് 40 ആണ്. ഇത് 40 ആണ്. ഇത് Xും ആണ്. ഇത് 90 ആണ്. കാരണം അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 90 ആയിക്കാരം. അതാണ് ഇവിടെ ഇൻ TQR 90 + 40 + X = 180. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി 180 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? X 50 ആണെന്ന് കിട്ടും. കാരണം എന്താണ്? 90 + 40 130. 130 Xൻ്റെ എന്തായിക്കാരം? 180 - 130 ആയിക്കാരം. അപ്പോൾ X 50 ആയിരിക്കും. ഓക്കെ, ഇനി Y എന്താണ്? ഇവിടെ ഏതാ Y? ഇതാണ് Y. ഈ Y എന്തായിരിക്കും? കാരണം Y എന്നുള്ളത് ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. എന്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്? ഇപ്പോൾ ഇതിങ്ങനെ ഒരു ട്രയാങ്കിളായി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഈ Y എന്നുള്ളത്. അപ്പം ഈ Y എന്തായിരിക്കും? ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Y കിട്ടും. അതാണ് പറയുന്നത്. Y = ആംഗിൾ SPR ഏതാണ്? SPR + X. കാരണം ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. കാരണം ഇതെന്താണ്? ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഇത് എന്നുള്ളത്. അപ്പോൾ എത്രയാണ്? തിയറം 6.8 നമ്മൾ പറഞ്ഞ പോലെ. അപ്പം SPR + X = Y ആണ്. അപ്പോൾ Y = SPR 30 തന്നിട്ടുണ്ട്. X നമ്മളിവിടെ 50 കണ്ടെത്തി. അപ്പോൾ എത്ര? 30 + 50 80 എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾ തന്നെ എക്സാമ്പിൾ ശ്രദ്ധിക്കാം. അതും സിമ്പിളാണ്. ഓക്കെ, ഇനി സമ്മറിയാണ്. അപ്പം നമുക്ക് ഇതും കൂടി ഒന്ന് ഏതായാലും ഈ എക്സാമ്പിൾ കൊണ്ടൊന്ന് വിശദീകരിക്കട്ടോ. 6.38 അത് നോക്കാം. അവിടെ എന്താ തന്നിട്ടുള്ളത്? ABAC of ABC produce 2 points E and D. ഓക്കെ, AB എന്നുള്ളത് Eയിലേക്കും AC എന്നുള്ളത് Dയിലേക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറയണത്? ഇത് ബൈസെക്ടേഴ്സ് ആണ്. BO എന്നുള്ളതും ബൈസെക്ടർ ആണ്. എന്തിൻ്റെ ബൈസെക്ടർ? ഇതിൻ്റെ ബൈസെക്ടർ ആണ്. പിന്നെ CO എന്നുള്ളത് CBൻ്റെയും ബൈസെക്ടർ ആണ്. ഏതാണ്? BCDൻ്റെ. അത് CBൻ്റെ ബൈസെക്ടർ ആണ്. CBEൻ്റെ ബൈസെക്ടർ ആണ് BO എന്നുള്ളത്. BCDൻ്റെ ബൈസെക്ടർ ആണ് CO എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ BOC = എന്താണ്? BOC ഏതാണ്? BOC = 90 - ½ ആംഗിൾ BAC. ഇതിൻ്റെ പകുതിയാണെന്നുള്ളതാണ്. ഇത് 90 - ½ BAC ആണ് BOC എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഓരോന്ന് ചെയ്യണം. അപ്പോൾ BO എന്നുള്ളതാണ് ഇത്. അതെന്താണ്? ബൈസെക്ടർ ആണ്. CBൻ്റെ ബൈസെക്ടർ ആണ്. അപ്പം CBO = ഇത് ഈ ആംഗിൾ എന്തായിക്കാരം? CBൻ്റെ പകുതി ആയിക്കാരം. ഓക്കെ അല്ലേ? CBൻ്റെ പകുതി ആയിക്കാരം. നമുക്കറിയാം CBE എന്നുള്ളത് എന്താണ്? 180 - Y ആണ്. കാരണം ഇതിവിടെ Y ഉണ്ട്. കാരണം ഈ ലൈന് മൊത്തം എന്തായിക്കാരം? 180 ആയിക്കാരം അല്ലേ? ഈ ലൈന് ഇതിവിടെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിക്കാരം? 180 ആയിക്കാരം. ഇവിടെ എന്തുണ്ട്? Y ഉണ്ട്. അപ്പം ആംഗിൾ CBE എന്തായിക്കാരം? 180 - Y ആയിക്കാരം അല്ലേ? CBE എന്നുള്ളത് 180 - Y ആയിക്കാരം. അതിൻ്റെ പകുതിയാണ് CBO. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എഴുതിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ? 180ൻ്റെ പകുതിയാണ് 90. പിന്നെ Y/2. Yൻ്റെ പകുതി നമുക്ക് ശരിക്കും കിട്ടാത്തതുകൊണ്ട് Y/2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? CBO = 90 - Y/2 എന്ന് കിട്ടി. അതാണ്. ഇനി അടുത്ത് CO എടുക്കുക. CO എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് ഈ CO എന്നുള്ളത് ഇതെടുക്കുക. അതെന്താണ്? ബൈസെക്ടർ ഓഫ് BCD ആണ് അല്ലേ? BCDൻ്റെ ബൈസെക്ടർ ആണ്.
ഇനി അതിൽ തന്നെ ബി സി ഒ. അപ്പം ബി സി ഒ എന്നുള്ള എന്തായിക്കാരം ബി സി ഡിൻ്റെ പകുതി ആയിക്കാരം. ബി സി ഡി എന്താണ്? ഈ ബി സി ഡി എന്നുള്ളത് 180, നേരത്തെ പറഞ്ഞ പോലെ 180 മൈനസ് സെഡ് ആണ്. കാരണം ഇത് മൊത്തത്തിൽ 180 ആയിരിക്കും. ഈ 180 മൈനസ് സെഡ് എന്നാണ് ഈ ആംഗിള്. അപ്പോൾ 180 മൈനസ് സെഡ് ആയിരിക്കും എന്ത്? ബി സി ഡി അല്ലേ? കാരണം ബി സി ഡി എന്താണ്? ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇത് ഈ ആംഗിളാണ്, ഇത് സെഡും ആണ്. അപ്പോൾ മൊത്തത്തിൽ 180 ആണ്. അപ്പോൾ 180 മൈനസ് സെഡ് ആയിരിക്കും ഈ ബി സി ഡി. ആ ബി സി ഡിൻ്റെ പകുതിയാണ് എന്ത്? ബി സി ഒ. അപ്പം എന്തേക്കാരം? ഹാഫ് 180 മൈനസ് സെഡ് എന്നായിരിക്കും ബി സി ഒ. ഓക്കെ, ബി സി ഒ. കാരണം ബി സി ഒ എന്നുള്ള എന്താണ്? ഈ ബി സി ഡിൻ്റെ പകുതിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് Z/2 എന്ന് എഴുതാം. ഓക്കെ, കാരണം 180ൻ്റെ പകുതിയാണ് 90 എന്നുള്ളത്. പിന്നെ Z/2 നമുക്ക് അങ്ങനെ ഹരിക്കാൻ കഴിയാത്തതാണ് അങ്ങനെ എഴുതാം. ഇനി ആംഗിൾ ബി ഒ സി, ട്രയാങ്കിൾ ബി ഒ സി എടുത്തു കഴിഞ്ഞാൽ ബി ഒ സി എടുക്കുക. ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ബി സി ഒ പ്ലസ് ആംഗിൾ സി ബി ഒ സിക്ക് 180. അതായത് ആംഗിൾ ട്രയാങ്കിൾ ബി ഒ സി ഏതാണ്? ട്രയാങ്കിൾ ബി ഒ സി നമുക്കറിയാം ഇതാണ് ട്രയാങ്കിൾ ബി ഒ സി. ആ ട്രയാങ്കിൾ ബി ഒ സി തന്നെ നമുക്ക് എന്തെടുക്കാം? ഇപ്പം നമുക്ക് 3 ആംഗിൾ എടുക്കാം. സി ബി ഒ പ്ലസ് ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ഒ സി ബി. ഓക്കെ, ആംഗിൾ ഒ സി ബി ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ആംഗിൾ ബി ഒ സിയിൽ ട്രയാങ്കിൾ ബി ഒ സിയിൽ ആംഗിൾ ബി ഒ സി പ്ലസ് ബി സി ഒ പ്ലസ് സി ബി ഒ സിക്ക് 180 ആണ്. ഇനി എന്താ ചെയ്യുക? നമുക്ക് എന്തിനെ കിട്ടിയിട്ടുണ്ട്? ബി ഒ സി എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സി ബി ഒയും തന്നിട്ടുണ്ട് അല്ലേ? ബി ഒ സി ഏതാ തന്നിട്ടുള്ളത്? നമുക്കിപ്പോൾ ഇത് കിട്ടിയും ഇതും കിട്ടി. അതായത് സി ബി ഒയും കിട്ടി, ബി സി ഒയും കിട്ടി കേട്ടോ. സി ബി ഒയും കിട്ടി, ബി സി ഒയും കിട്ടി. നമുക്ക് ബി സി ഒയും കിട്ടി, സി ബി ഒയും കിട്ടി. കാരണം ബി സി ഒ എവിടെയാണ്? എന്താ ബി സി ഒ ഇതും പിന്നെ സി ബി ഒ ഇതുമാണ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ സ്ഥാനത്ത് ബി ഒ സി പ്ലസ് ബി സി ഒ പ്ലസ് സി ബി ഒ ഇസിക്കൽ 180 ആണ്. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം 3 ആംഗിളിൻ്റെ പ്രോപ്പർട്ടി സം എന്തേക്കാരം 180 ആയിരിക്കും. അപ്പം ബി ഒ സി അതുപോലെ എഴുതി. പിന്നെ ബി സി ഒക്ക് പകരം 90 മൈനസ് Z/2 എഴുതി. സി ബി ഒക്ക് പകരം 90 മൈനസ് Y/2 എഴുതി. അത് 180 ആണ്. അപ്പം എന്താണ്? ഇനി ബി ഒ സി ഇസിക്കൽ ടു ഇനിയിപ്പോൾ 90 ഇതും അല്ലേ? അപ്പോൾ ഇത് രണ്ടും എങ്ങനെയൊക്കെ വരാം? നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ബി ഒ സി ഇസിക്കൽ ടു അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ 90നെ 90നെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ആകുമ്പോൾ അവിടെ എന്താവും? മൈനസ് ആവും. അപ്പോൾ 90 മൈനസ് 90 എന്നാകും. 2 90ഉം 180 കുറച്ചാൽ എത്രയാവും? 180 മൈനസ് 90 മൈനസ് 90 അങ്ങനെ 0 ആവും. അങ്ങനെ അത് 0 ആവും. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? Z/2 ആണ്. Z/2 മൈനസ് ആണ്. ഈ Z/2 എന്താ മൈനസ് ഉള്ളത്? ഇവിടെ പ്ലസ് ആവും. അതാണ് Z/2 പ്ലസ് ആയി. ഇവിടെയും Y/2 ഇവിടെ മൈനസ് ആണ്. അത് ഇവിടെ പ്ലസ് ആവും. ഓക്കെ, അപ്പം ബി ഒ സി ഇസിക്കൽ ടു എന്തായി? ബി ഒ സി ഇസിക്കൽ ടു Z/2 പ്ലസ് Y/2. അത് ഹാഫ് Y/+ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കോമൺ ആണ്. അങ്ങനെ ഇതായി 1/2 പ്ലസ് 1/2 ഇൻറ്റു Y/Z. അതാണ് എങ്ങനെയായിരുന്നു? ഈ Z/2 പ്ലസ് Y/2 ആയിരുന്നു. Z/2 പ്ലസ് Y/2 ഇസിക്കൽ ടു എന്താണ്? അത് 1/2 ഇൻറ്റു Y/+ ആണ്. ഇനി നമുക്കറിയാം എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസിക്കൽ ടു 180 ആണെന്നറിയാം. കാരണം എന്താണ്? അവിടെ തന്നിട്ടുള്ള ആംഗിൾ സം പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഉള്ള സെഡ് കൂട്ടിയാൽ എന്താണ്? 180 ആണ്. അപ്പോൾ അത് 180 ആണ് അല്ലേ? ഇനി വൈ പ്ലസ് സെഡ്, കാരണം ഇവിടെ ഉള്ളത് എന്താണ്? വൈ പ്ലസ് സെഡ് ആണ്. വൈ പ്ലസ് സെഡ് ഇസിക്കൽ ടു എന്തേക്കാരം? ഈ എക്സിനെ 180 കുറച്ചാൽ കിട്ടും. അപ്പോൾ അതാണെന്നുള്ളത്. അപ്പം ബി ഒ സി എന്താണ്? ഇവിടെ ബി ഒ സി എന്നുള്ളത് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 180 മൈനസ് എക്സ് ആണ്. ഓക്കെ, ബി ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് തന്നിട്ടുണ്ട്.
വൈ പ്ലസ് സെഡ് അത് പകുതി എന്നുള്ളത്, വൈ പ്ലസ് സെഡിൻ്റെ പകുതിയാണുള്ളത്. ഇനി വൈ പ്ലസ് സെഡ് എന്താണ് 150 മൈനസ് എക്സ് ആണ്. അപ്പോൾ ബി ഒ സിൻ്റെ സ്ഥാനത്ത് ഹാഫ് വൈ പ്ലസ് സെഡ് എന്നതിൻ്റെ സ്ഥാനത്ത് എന്തായി 150 മൈനസ് വൈ പ്ലസ് സെഡിൻ്റെ സ്ഥാനത്ത് 150 മൈനസ് എക്സ് കൊടുത്തു. കാരണം എന്താണ്, വൈ പ്ലസ് സെഡ് ആണ് ബി ഒ സി എന്നുള്ളത് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ആണ്. ആ വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 150 മൈനസ് എക്സ് ആണ്. അപ്പോൾ വൈ പ്ലസ് സെഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, 150 മൈനസ് എക്സ് കൊടുത്തു. അപ്പോൾ 150 ബൈ ഹാഫ് എത്ര 90 പിന്നെ എക്സ് ബൈ 2 ആണ്. ഓക്കെ അല്ലേ, എക്സ് ബൈ 2. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്നുള്ളതില്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എക്സ് നമുക്കറിയാം ഇവിടെ എക്സ് ഏതാണ്, ബി എ സി ആണ്. എക്സ് ഇതാണ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ബി എ സി ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ ബി എ സി എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് നമുക്ക് പ്രൂവ് ചെയ്തു, 90 മൈനസ് ഹാഫ് ബി എ സി ആണ് ഏത് ബി ഒ സി എന്നുള്ളത്. ബി ഒ സി എന്നുള്ളത് 90 മൈനസ് ഹാഫ് ബി എ സി ആണ്. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതെന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിങ്ങനെ അങ്ങോട്ടും എന്താണ് ലിങ്ക് ചെയ്ത് പറയുന്ന മുമ്പാണ് ഇത്ര ദീർഘ സമയം എടുക്കുന്നത്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പറയുമ്പോൾ. ഓക്കെ അല്ലേ, മനസ്സിലാക്കി തരാം. എന്നിവിടെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പഠിച്ചൊരു എക്സസൈസ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് എല്ലാവരും എഴുതി തരണം. ഇതിൻ്റെ സമ്മറി ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ക്ലാസ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.